2021 മുതൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് പ്രവർത്തിക്കില്ല. ലക്ഷക്കണക്കിന് ഫോണുകളിൽ 2021 മുതൽ വാട്സപ്പ് പ്രവർത്തനം നിർത്തലാക്കുന്നു. കോടിക്കണക്കിന് ഫോണുകളിൽ 2021 മുതൽ വാട്സപ്പ് പ്രവർത്തനം നിർത്തലാക്കുന്നു. ഇതൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രധാനപ്പെട്ട തലക്കെട്ടോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന ചില ന്യൂസുകളാണ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ മാധ്യമം വിട്ടിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജുകളിലും ഈ ഒരു ന്യൂസ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു തലക്കെട്ട് വരാനായിട്ടുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണ്? അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവായിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വാട്സപ്പ് വന്ന കാലത്ത് കൂടുതൽ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നോക്കിയയുടെ ചെറിയ ഫോണും അതുപോലെ തന്നെ ബ്ലാക്ക്ബെറിയുടെയൊക്കെ ഫോൺസ് ആയിരുന്നു. 2011, 2012 കാലത്തിലൊക്കെ ഫോൺസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. വാട്സപ്പ് നമുക്ക് ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സാംസങ്ങിൻ്റെ ചില ഫോണുകളിൽ വേറെ സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല, ഇപ്പോൾ വേറെ നല്ല നല്ല ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷേ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുള്ള സാംസങ്ങിൻ്റെ ചില ഫോണുകളുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു പിന്നീട് കുറച്ച് കാലത്തേക്കിന് ആൾക്കാർ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണിനകത്ത് നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാട്സപ്പിന് ഇന്ന് കാണുന്ന ഫീച്ചേഴ്സൊന്നും അന്നത്തെ വാട്സപ്പിനകത്തില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് മെസ്സേജ് ചെയ്യാം. ഇന്ന് കാണുന്നത് പോലെ വീഡിയോ കോളോ അല്ലെങ്കിൽ ഇമോജീസോ എക്സ്ട്രാ ഫീച്ചേഴ്സോ ഒന്നും അന്നത്തെ വാട്സപ്പിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിന് ശേഷം 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് കാലം മാറി. ആൻഡ്രോയിഡ് ഫോണുകൾ അല്ലെങ്കിൽ ഐഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവുണ്ടായി. അതിനനുസരിച്ചിട്ട് വാട്സപ്പ് എന്ത് ചെയ്തു, അവരുടെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും എല്ലാം മാറ്റി അവരുടെ സോഫ്റ്റ്വെയർ ആകെപ്പാടെ പുതിയൊരു മോഡിഫിക്കേഷൻ ലെവലിലേക്ക് വന്നു. കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ ആകർഷകമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അവരും കൊണ്ടുവന്നു. പുതിയ പുതിയ ഫോണുകൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അവരും എന്ത് ചെയ്തു, പുതിയ പുതിയ ഫീച്ചേഴ്സുകൾ പുറത്തിറക്കിയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇപ്പം ആൻഡ്രോയിഡിൻ്റെ ഇപ്പം മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോണുകളിലെ വെർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 10 വരെ വന്ന് നിൽപ്പുണ്ട്. വാട്സപ്പിൻ്റെ വെർഷനും അതിനനുസരിച്ച് ഗ്രോ ചെയ്ത് വന്ന് വളരെ നല്ല ഫീച്ചേഴ്സൊക്കെ നമുക്ക് തരുന്ന രീതിയിലാക്കിയിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടിറങ്ങിയ ഫോണുണ്ടല്ലോ, അതായത് വാട്സപ്പിൻ്റെ ഇനീഷ്യൽ റിലീസിലൊക്കെ വാട്സപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണുകളുണ്ടല്ലോ, ആ ഫോണുകളിലൊക്കെ ഇപ്പോഴും വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്സപ്പിൻ്റെ ഈ റീസെൻ്റായിട്ട് ഇറങ്ങുന്ന ഫീച്ചേഴ്സോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് വാട്സപ്പിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. ഫീച്ചേഴ്സൊന്നും ആ ഒരു ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വാട്സപ്പ് പുതിയതായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ആൻഡ്രോയിഡിൻ്റെ ഒരു സ്പെസിഫിക് വെർഷൻ, iOSൻ്റെ ഒരു സ്പെസിഫിക് വെർഷൻ, ആ വെർഷന് മുൻപോട്ടുള്ള ഫോണുകളിൽ ഇനിയും 2021 മുതൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. അതിന് ശേഷമുള്ള ഫോണുകളിലായിരിക്കും ഇനി വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നതും വാട്സപ്പിൻ്റെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതും. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 4.0.3 വെർഷനും അതിന് മുകളിലേക്കുള്ള വെർഷൻസും, iOS ആണെന്നുണ്ടെങ്കിൽ iOS 9ഉം അതിന് മുകളിലേക്കുള്ള വെർഷൻസിലും മാത്രമേ 2021 ശേഷം വാട്സപ്പ് ലഭിക്കത്തുള്ളൂ. ഇതാണ് ശരിക്കും വാട്സപ്പ് 2021 ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും വാട്സപ്പ് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് കൊടുത്തിട്ട് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണും. അതായത് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഫീച്ചറുകൾ നമ്മുടെ ഫോണുകളിൽ ലഭിക്കണമല്ലോ. അങ്ങനെ ഫോണുകളിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഫീച്ചറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി വാട്സപ്പ് എന്ത് ചെയ്യുന്നു, അവർ ഓൾറെഡി പഴയ വെർഷനിലുള്ള ഫോണുകളിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. പുതിയതായിട്ട് ഫോണുകൾ മേടിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ മാത്രമേ മേടിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആൻഡ്രോയിഡ് വേർഷനുള്ള ഫോണുകളൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്നില്ലെന്നുള്ളതാണ് സത്യം. കൂടുതൽ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ 9 അല്ലെങ്കിൽ 10 ഒക്കെ ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പണ്ടുള്ള വേർഷനിൽ ഈ ആപ്ലിക്കേഷൻ കൂടുതൽ ഫീച്ചറുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് വീണ്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കാതെ വരും. അപ്പോൾ വാട്സപ്പ് കൊണ്ടുവരുന്ന പുതിയൊരു കാര്യം പ്രവർത്തനക്ഷമമാക്കാനായിട്ട് അതിനുള്ളിലൊരു കാര്യക്ഷമത വരുത്തണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാതെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇനി വാട്സപ്പ് ലഭിക്കത്തില്ല എന്നുള്ളൊരു കാര്യമല്ല എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണുകളിൽ ഏതൊക്കെ ഫോണുകൾക്കായിരിക്കും ഇനി വാട്സപ്പ് ലഭിക്കാത്തതെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S2, മോട്ടറോള ഡ്രോയിഡ് റേസർ, LG ഒപ്റ്റിമസ് ബ്ലാക്ക്, HTC ഡിസയർ, ഈ ഫോണുകളിലായിരിക്കും ഇനി വാട്സപ്പ് കിട്ടാത്തത്. ഇതൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് തന്നെ കേൾക്കുന്നത്. ഇനി ഐഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 4S, 5, 5C, 5S ഈ 4 ഫോണുകളിലായിരിക്കും ഇനി വാട്സപ്പ് തുടർന്നുള്ള വർഷങ്ങളിൽ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതുമായിട്ട് നമുക്ക് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അത്രയും കാര്യങ്ങളെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.